എൻ ദൈവമേ നന്ദി എന്നേശുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ എണ്ണമില്ലാതുള്ള നന്മകൾക്കും ഏവർക്കും നമസ്കാരം. ഹൂസ്റ്റൺ വോയിസിൻ്റെ പ്രവർത്തകരെ കാണുന്നതിൽ, ഇതിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് ബാജി ഓടംവേലി. ഞാൻ ഡാലസിലെ മെക്കന്നയിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു. എഴുത്തിനെയും വായനയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്നെ തേടി വരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത്. ഞാൻ കഥകളും നോവലുകളും ഒക്കെ എഴുതാറുണ്ട്. എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. ഇത് ഞാൻ ആദ്യം എഴുതിയ ബാജിയുടെ 25 കഥകൾ എന്നുള്ള പുസ്തകമാണ്. അതിനുശേഷം ഞാനൊരു നോവലാണ് എഴുതിയത്. അത് മരുപ്പൊട്ടൽ എന്ന ഈ നോവല്. അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ പ്രകാശനത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി അതിൻ്റെ പ്രകാശനം നടക്കും. ഈ 2 കഥാസമാഹാരവും ഒരു നോവലും പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്തതായ 3 പുസ്തകങ്ങളുണ്ട്. 2 കവിതാ സമാഹാരവും 1 കഥാസമാഹാരവും. ഈ പുസ്തകങ്ങളൊക്കെ കൂടുതൽ പേര് വായിക്കുവാനായിട്ട് ഈ സംസാരം ഇടയാക്കുന്നെങ്കിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറ്, മിസ്റ്റർ ബാജി, താങ്കളുടെ സ്വദേശം എവിടെയാണ്? കേരളത്തിൽ പഠിച്ചതൊക്കെ എവിടെയാണ്? അതിനുശേഷം താങ്കൾ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ ഒരു മേഖലയിൽ വന്നുകൂടിയത്? അമേരിക്കയിൽ വന്ന കാര്യം ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെ, ഞാൻ നാട്ടിൽ നാരങ്ങാനം പഞ്ചായത്തിൽ, അത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ നാരങ്ങാനത്താണ് എൻ്റെ വീട്. ഓടംവേലിൽ എന്നാണ് അവിടെ വീട്ടുപേര്. ഞാൻ പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെയാണ്. നാട്ടിലെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത് വട്ടക്കാവുകളുള്ള ഒരു ചെറിയ സ്കൂളിലായിരുന്നു. വട്ടക്കാവ് MD LP സ്കൂൾ എന്ന് പറയും. 1 തൊട്ട് 4 വരെയുള്ള ഒരു ചെറിയ സ്കൂളായിരുന്നു അത്. പിന്നീട് കോഴഞ്ചേരി സെൻറ് തോമസ് ഹൈസ്കൂളിൽ പഠിച്ചു. തുടർന്ന് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു. കോഴഞ്ചേരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കോളേജ് യൂണിയൻ്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് തിരുവല്ലയിൽ പഠിച്ചു, കേരള യൂണിവേഴ്സിറ്റിയിൽ. പിന്നീട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. കുറേ യാത്ര ചെയ്തു, ജോലിയായിട്ടും പഠനവുമായിട്ടും പല സ്ഥലങ്ങളിൽ പോയി. അതിനുശേഷം ബോംബെയിൽ പോയി. ബോംബെയിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ദീർഘകാലം ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിൽ 21 വർഷക്കാലം ജോലി ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ 7 വർഷമായിട്ട് അമേരിക്കയിൽ വന്നിരിക്കുന്നു. അമേരിക്കയിലെ ഡാലസിലെ മെക്കന്നയിലാണ് താമസിക്കുന്നത്. ചെറുപ്പം മുതലേ വായനയോട് നല്ല താല്പര്യമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ 1 മൈൽ ദൂരത്തിൽ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ നടന്നു പോയാൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, ആസാദ് ലൈബ്രറി എന്ന് പറഞ്ഞ്. അത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ആരംഭിച്ച ലൈബ്രറിയാണ്. അവിടെ ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഈ കണ്ടത്തിൻ്റെ വരമ്പയൊക്കെ നടന്നു പോയിട്ട് അവിടെ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് ക്രമമായിട്ട് വായിച്ചുകൊണ്ടിരുന്നു. ആ ഒരു വായനയുടെ പിൻബലത്തിലൂടെ എന്തെങ്കിലുമൊക്കെ എഴുതണം, നമുക്കും പറയാനുള്ള കാര്യങ്ങൾ ലോകത്തോട് പറയണമെന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് തൊട്ടേ പലതും കുത്തിക്കുറിക്കുമായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഇങ്ങനെ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചത്. ബഹ്റൈനിലായിരുന്ന സമയത്തും അവിടെ കുറേ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, കുറേ സൗഹൃദങ്ങളുണ്ട്. കുറേ പേരെ അവിടുന്ന് കാണാനായിട്ടും ഞങ്ങൾ ഈ അക്ഷരവേദി എന്നൊക്കെ പറഞ്ഞൊരു പേരിൽ ഞങ്ങളവിടെ ഒന്നിച്ചു കൂടുമായിരുന്നു. മാസത്തിൽ ഒരിക്കൽ 2ാമത്തെ വെള്ളിയാഴ്ച ദിവസം, ഇവിടുത്തെ ഞായറാഴ്ച അവിടെ വെള്ളിയാഴ്ചയാണല്ലോ അവധി ദിവസം, അന്ന് 2 മണി തൊട്ട് ഒരു 5 മണി വരെ ഞങ്ങളൊരു 20 പേര് 25 പേരൊക്കെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഒന്നിച്ചു കൂടി കഥയെപ്പറ്റിയും കവിതയെപ്പറ്റിയും മറ്റെഴുത്തിനെ പറ്റിയും ലേഖനങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയും അങ്ങനെ ചെയ്യുന്നൊരു നല്ല സൗഹൃദ കൂട്ടായ്മയോടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിൻബലത്തിലാണ് എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെയും വന്നിട്ട് ഇവിടുത്തെ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. ഡാലസിലുള്ളതായ കേരള ലിറ്റററി സൊസൈറ്റി KLS, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. 53 അംഗങ്ങളാണ് കേരള ലിറ്റററി സൊസൈറ്റിയിലുള്ളത്. അത് മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ചുമതലയിലുണ്ട്. അതോടൊപ്പം തന്നെ ലാന, ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനുമാണ്. അതിലൂടെ അമേരിക്കയിലെയും കാനഡയിലെയും കുറേ അധികം എഴുത്തിനെയും വായനയും സ്നേഹിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് പറ്റി. അമേരിക്കയുടെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും
സ്നേഹത്തോടു കൂടി വിളിക്കുവാനായിട്ട് ഒരു സൗഹൃദം അവിടെയൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഇങ്ങനെ വായനയിലൂടെയും എഴുത്തിലൂടെയും ഒക്കെയും സംവദിച്ചുകൊണ്ടിരിക്കുന്നു. സാറ് ചെറുപ്പത്തിലെ വായനയായിരുന്നു പ്രധാന ഹോബി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് വായിക്കാൻ കിട്ടുമായിരുന്നത് ആ കാലഘട്ടത്തിൽ? അന്ന് വളരെ ലിമിറ്റഡായിട്ട് പുസ്തകങ്ങളെ പറ്റി അറിയാൻ വഴിയുണ്ടായിരുന്നുള്ളൂ. ലൈബ്രറിയിൽ പോയിട്ട് ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലും മറിച്ചു നോക്കുക, പുസ്തകത്തിൻ്റെ പുറന്താളിൽ എഴുതിയിട്ടുണ്ടാകും ആ പുസ്തകം എന്താണെന്നുള്ള കാര്യം. അങ്ങനെ 3 പുസ്തകം എടുക്കാൻ പറ്റും. ആ പുസ്തകം എന്താണെന്ന് നോക്കാറില്ല, എന്തായാലും വായിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആദ്യ സമയത്ത് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഒത്തിരി അധികം പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പം കുറച്ച് സെലക്റ്റീവാണ്. വായിച്ച ഒരു പുസ്തകം എടുത്ത് മറിച്ച് നോക്കി ആദ്യത്തെ ഒരു 3 പേജ് 5 പേജ് 10 പേജ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകം അല്ലെങ്കിൽ നമ്മളവിടെ മാറ്റി വെക്കും, അന്നേരം അത് വായിക്കത്തില്ല. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഏതുതരം വായനയിലായിരുന്നു കൂടുതൽ? ഏതുതരം പുസ്തകങ്ങളാണ്? എനിക്കെന്തോ കൂടുതൽ മനസ്സിലാകുന്നത് കഥയാണ്. മുൻകാലങ്ങളിൽ കവിതകൾ അത്ര അങ്ങോട്ട് മനസ്സിലാകത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് സംസ്കൃതമൊക്കെ ഉള്ള കവിതകളും സ്കൂളിൽ പഠിച്ച കവിതകളൊക്കെയും കവിതയോടൊരു വലിയ താല്പര്യം ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ആ സമയത്തും വായിക്കുന്നത് കഥയും നോവലും ലേഖനവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ കാലത്ത് കവിതകൾ കുറച്ചുകൂടെ വായിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല മലയാളത്തിലാണ് ഇപ്പോൾ കവിതകൾ എഴുതുന്നത്. ഗദ്യ മലയാളമായതുകൊണ്ട് കുറച്ചുകൂടെ കവിതകളും വായിക്കുന്നുണ്ട്. അങ്ങനെ പരന്ന വായനയുണ്ട്. വായന എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ മലയാളി പത്രത്തിൽ അതിനെപ്പറ്റി പുസ്തക പരിചയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 16 അമേരിക്കൻ എഴുത്തുകാരുടെ മലയാളി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിനെപ്പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ മലയാളി വീക്കിലിയിലും അവരുടെ മാഗസിനിലും ദിനപത്രത്തിലുമൊക്കെയും എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് വളരെയധികം നല്ല കഥകളും കവിതകളും ലേഖനങ്ങളും അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കൂടുതൽ കരങ്ങളിലേക്ക് വായിക്കുവാനായിട്ട് എത്തപ്പെട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അതിൻ്റെ ആ പരാതി തീർക്കുവാനായിട്ട് ഈ പുസ്തകത്തെയും അത് എഴുതിയ ആൾക്കാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് എന്നാലാകുന്ന രീതിയിൽ ഞാനൊരു വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബാക്കി ഒരു 30 പേരുടെ കൂടെ പുസ്തകങ്ങൾ ഇത് ഞാൻ ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ട് അമേരിക്കയിലെയും കാനഡയിലെയും പല ഭാഗത്തു നിന്നും ആൾക്കാർ പുസ്തകങ്ങൾ എൻ്റെ പേരിൽ അയച്ചു തന്നിട്ടുണ്ട്. കുറേ പേര് ആ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. അങ്ങനെ നന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ അമേരിക്കയിലും ഈ നോർത്ത് അമേരിക്കയിലുള്ള വായന എഴുത്ത് എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയിലെ എഴുത്തുകാരിൽ ഓർമ്മ വരുന്ന പേരുകൾ പ്രധാനമായിട്ടും ആരൊക്കെ ആയിരിക്കും? ഇല്ല, ഞാൻ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കത് ബുദ്ധിമുട്ടാകും. ഇവിടെ ജോൺ മാത്യു സാറിന്റെ പുസ്തകമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് ഡാലസ് ഹൂസ്റ്റണിൽ നിന്നുള്ള ജോൺ മാത്യു സാറിന്റെ പുസ്തകം ഞാൻ വായിച്ചു. അദ്ദേഹത്തിന്റെ കളിപ്പാവകൾ എന്നുള്ള പുസ്തകവും അതോടൊപ്പം തന്നെ ജോൺ മാത്യുവിന്റെ കഥകൾ എന്നുള്ള പുസ്തകവും ഞാൻ അത് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിശയിച്ചു പോയി. ഇത്രയും നല്ലതായ കഥകളാണല്ലോ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത്രയും ആൾക്കാരുടെ കൈകളിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ള പരാതി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ആ 49 കഥകളുടെ സമാഹാരം വായിച്ചു. പിന്നെ കളിപ്പാവകൾ എന്ന് പറഞ്ഞുള്ളത് ഒരു ഒറ്റ കഥയാണ്. ഒറ്റ കഥ മാത്രമായിട്ട് ഒരു പുസ്തകം ഇറക്കാനായിട്ടുള്ള ആ ഒരു ധൈര്യം ആ പുസ്തകത്തിനുണ്ടായിരുന്നു. ആ കഥയ്ക്ക് അതിൻ്റെ ഒരു ബലമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പേരെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി പേര് പറയേണ്ടതായ 100 പേരോളം ഉണ്ടാകും. അതുകൊണ്ട് ബാക്കി ഒരു പേരും പറയുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാരണവരാണ് ജോൺ മാത്യു സാറ്. അതുകൊണ്ട് ആ ഒരു പേര് മാത്രം പറയുന്നു. ബാക്കി കുറേ പേരെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെയും ഈ മലയാളിയിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ പേര് അത് വായിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഈ വായിച്ചതിൽ ഒരു ലൈൻ കവിതകൾ, 2 കവിത ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കവിത ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം പറയാൻ പറ്റുന്നുണ്ടോ? ഇപ്പം പറയാനായിട്ട് തയ്യാറായിട്ടില്ല. കളിപ്പാവൾ എന്നുള്ള ആ കഥ തന്നെ ഒരു നല്ല കഥയാണ്. അതിൻ്റെ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പനും മോനും കൂടെ അവർ അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ വീടുകൾ മാറി മാറി താമസിച്ചു. അതിനുശേഷം അവർ ആദ്യം താമസിച്ച വീട്ടിലേക്ക്, അവർ വീടുകൾ പലതും മാറിപ്പോയി, ആദ്യം താമസിച്ച വീട്ടിലേക്ക് ആ മോനെ കൊണ്ട് പോവുകയാണ്. മോൻ അന്ന് 5 വയസ്സായിരുന്ന സമയത്താണ് ആദ്യത്തെ വീട്ടിൽ താമസിച്ചത്. ഇപ്പോൾ അവന് 20 വയസ്സാണ്. ആ 15 വർഷത്തിന് ശേഷം ആ വീട്ടിൽ പോയിട്ട് അവൻ്റെ മുറിയിൽ അവൻ ഒളിപ്പിച്ച് വെച്ചതായ ഒരു കളിപ്പാട്ടം കണ്ടെടുക്കുന്നതാണ്.
അന്നേരം അതിലൂടെ പറഞ്ഞു വരുന്നത് ആ ഓർമ്മകൾ, നൊസ്റ്റാൾജിക്, ആ ഒരു സാധനം കണ്ടെത്തുവാനായിട്ട് ആ തിരിഞ്ഞു പോകുന്ന ആ നടത്തമാണ് അതിലൂടെ അവർ പറഞ്ഞു പോകുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആ ഒരു കഥ അങ്ങനെ ഓർമ്മിപ്പിച്ചത്. നമുക്ക് പ്രധാനപ്പെട്ടതായ, നമുക്ക് പ്രിയപ്പെട്ടതായ പലതും നാം പലയിടത്ത് ഒളിച്ചു വച്ചിരിക്കുന്നു. സ്വന്തമായിട്ടൊരു വീട് ഇല്ലാതെ ഇങ്ങനെ പലയിടത്തായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെങ്കിലും ഈ ഒരു 20 വയസ്സുള്ള ആളിന് തൻ്റെ 5-ാം വയസ്സിലെ ആ കഥ, ആ കളിപ്പാട്ടം വീണ്ടും കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ഒരു വലിയൊരു ഓർമ്മ ചെപ്പാണത്. അതെ. സാറ് കഥകളും വായിക്കാറുണ്ടല്ലോ. സാറും കവിത എഴുതാറുണ്ടോ? ഞാൻ കവിത എഴുതാറില്ല, ഞാൻ കഥകളാണ് എഴുതുന്നത്. ഇപ്പൊ ഇവിടെ പരിചയപ്പെടുത്തിയ 2 പുസ്തകങ്ങളുണ്ടല്ലോ. ഇതിപ്പം എൻ്റെ പുതിയ കഥാസമാഹാരമാണ്. അതാണ് അടുത്ത മാസം 14-ാം തീയതി അമേരിക്കയിൽ വെച്ച് പ്രകാശനം ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് എഴുതിയ എൻ്റെ കഥകളാണ് ബാജിയുടെ 25 കഥകൾ എന്ന് പറഞ്ഞത്. ഞാൻ ഈ എഴുതുന്നതോടൊപ്പം തന്നെ എഴുത്തുകാരെ എല്ലാ സമയത്തും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ബഹറിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ അക്ഷരവരി എന്ന് പറയുന്നൊരു കൂട്ടമുണ്ടായിരുന്നു. അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഒന്നിച്ചു കൂടുകയും വായനയിൽ താല്പര്യമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഞാൻ എഴുതിയ കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി അടുത്തൊരാൾക്ക് കൈമാറി അതിൻ്റെ കുറ്റവും കുറവും ഒക്കെ പറയുവാനായിട്ടും എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാനായിട്ട് നല്ലൊരു ഗ്രൂപ്പ് ബഹറിലുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഇപ്പോൾ അമേരിക്കയിലും അതേമാതിരി ഒരു നല്ല ഗ്രൂപ്പ്, സൗഹൃദം, ആ ഒരു വലിയ സൗഹൃദം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ വായനക്കാരെയും എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരള ലിറ്റററി സൊസൈറ്റിയും അത് തന്നെയാണ് ചെയ്യുന്നത്. ബഹ്റിനിൽ ഒരു കുറഞ്ഞ റേഡിയസിലുള്ള നമുക്ക് നമ്മുടെ സാഹിത്യത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അമേരിക്കയിലാണെങ്കിൽ അത് സാധ്യമല്ലല്ലോ, കാരണം ഒരുപാട് ദൂരമാണല്ലോ. ഈ ഒരു അകലം എങ്ങനെയാണ് സാറ് കുറച്ചുകൊണ്ട് വരുന്നത്? ബഹ്റിനിലെ നമുക്കൊക്കെ അറിയാവുന്ന ബെന്യാമിൻ ഞങ്ങളുടെ സൗഹൃദത്തിലെ ഒരംഗമായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ബഹ്റിനിലാകുന്ന സമയത്താണ് ആടുജീവിതമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം മുകളിലേക്ക് പോയത്. ആ സമയത്ത് ഞങ്ങളുടെ സൗഹൃദത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഒരു സൗഹൃദം അവിടെ വിളിച്ചാൽ ഓടിക്കൂടാൻ അരമണിക്കൂർ കൊണ്ട് ഉള്ള ദൂരത്തിലാണ് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയിൽ പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും പല ഭാഗത്താണ്, വളരെ വളരെ ദൂരെയാണ് എഴുത്തുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർ. അവർ പല സ്റ്റേറ്റിലാണ്. മണിക്കൂറുകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവരുമായിട്ട് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഈ പുതിയ ടെക്നോളജികളൊക്കെ, സൂമിലൂടെ ലാനയുടെ ഓരോ മീറ്റിങ്ങുകൾ, മാസത്തിലൊരിക്കലും ഒരു മീറ്റിംഗ് ഉണ്ട്, അതിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. ഞങ്ങൾ നല്ല സൗഹൃദ ബന്ധമുണ്ട് ഇപ്പം. അതുകൂടാതെ പലരെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട്, അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സൗഹൃദം കൊണ്ടുപോകുന്നതും എഴുത്തിലും വായനയിലും ഒക്കെ മുൻപോട്ട് പോകുന്നതും. ഇപ്പോൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഇമെയിൽ വഴി അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. മുൻപ് ആ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് തന്നെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മറ്റാരെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറേ സൗഹൃദങ്ങൾ ഓൺലൈൻ വഴി ഫോണിലൂടെയും മറ്റും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ 2026 ലാനയുടെ ഒരു സമ്മേളനം ഡാലസ് വെച്ചാണല്ലോ നടന്നത് അല്ലേ? അതെ. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറഞ്ഞാൽ ആരൊക്കെ വന്നിരുന്നു? പ്രധാനമായിട്ടും ലാനയുടെ 14ാമത് ദൈവവാർഷിക സമ്മേളനമാണ് കഴിഞ്ഞ വർഷം ഡാലസിൽ വെച്ച് നടന്നത്. ലാനയ്ക്ക് അങ്ങനെ എല്ലാ വർഷവും ഒരു കോൺഫറൻസും, ഈ വർഷത്തെ കോൺഫറൻസ് വാഷിങ്ടൺ DC വെച്ചിട്ട് സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് നാട്ടിൽ നിന്നും VJ ജെയിംസ് സാറും സക്കറിയ സാറുമാണ് വരുന്നത്. നാട്ടിലെ പ്രശസ്തരായ അറിയപ്പെടുന്നതായ 2 എഴുത്തുകാരാണ്. അവർ 2 പേരും ലാനയുടെ അടുത്ത കോൺഫറൻസിലേക്ക് വരാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഡാലസിലെ മീറ്റിങ്ങിൽ ബോംബെയിൽ നിന്ന് സജി എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ് വന്ന് വളരെ മികച്ചതായ ക്ലാസ് എടുത്തത്. പിന്നീട് ഡാലസിൽ തന്നെയുള്ളതായ ഡോക്ടർ പേര് പിന്നെ സാറ് മലയാളം കവിതകളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാറുള്ളത്? കവിതകൾ വായിച്ചിട്ടുള്ളതിൽ അയ്യപ്പൻ്റെ കവിതകളൊക്കെ വായിക്കാറുണ്ട്. അതാണ് സന്തോഷം വായിക്കാനായിട്ടുള്ളത്. അത് ചൊല്ലാൻ ചൊല്ലത്തില്ല, നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ, നമ്മളിങ്ങനെ പാറപ്പുറത്ത് ചിരട്ട ഇട്ടറിക്കുന്ന മാതിരിയുള്ള വലിയ സൗണ്ടാണ്, അതുകൊണ്ട് ചൊല്ലിയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ വല്ലതൊക്കെ സംസാരിക്കാനായിട്ട് കവിതയുടെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഡാൻസിൽ വന്നിട്ട് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ നാടക പ്രവർത്തകരുണ്ട്, അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്താറുണ്ട്. ഇപ്പോൾ തന്നെ എഴുത്തച്ഛൻ എന്ന് പറയുന്ന നാടകം ഡാലസിൽ നിന്ന് 25 പേര് ന്യൂയോർക്കിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം അത് അവതരിപ്പിച്ചു. ആ നാടകം ഡാലസിൽ തന്നെ 4 or 5 സ്റ്റേജുകളിൽ അത് അവതരിപ്പിച്ചു. ഞാൻ ആ നാടകം 3 പ്രാവശ്യം കണ്ടു. ഓരോ പ്രാവശ്യം പോയപ്പോഴും കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയാണ് കണ്ടത്. ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ എങ്ങനെയാണ് മലയാള ഭാഷയെ കൊണ്ടുവന്നത്, അതിനുവേണ്ടി സഹിച്ചതായ ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നതായ ഒരു 2 മണിക്കൂർ
അധികമുള്ളതായ ഒരു നാടകമാണ്. ശരി. എനിക്ക് നാടകത്തോട് വലിയ താല്പര്യമാണ്. ഞാൻ മുൻപൊരിക്കൽ ഇങ്ങനെ ഒരു നാടകത്തിലൊക്കെ അഭിനയിക്കാനൊക്കെ കുറേ നാൾ പുറകെ നടന്നു. നാട്ടിൽ വെച്ചായിരുന്നു. അങ്ങനെ ഒരു അച്ഛൻ്റെ വേഷമൊക്കെ ആയിരുന്നു. അങ്ങനെ 2 മാസം അത് പ്രാക്ടീസൊക്കെ ചെയ്തു. പക്ഷെ ആ നാടകം അവതരിപ്പിക്കുന്നതിൻ്റെ ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ ബാർബറി മസ്ജിദ് പൊളിച്ച സമയത്തായിരുന്നു. അതുകൊണ്ട് ആ നാടകം നടന്നില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നാടകം ക്യാൻസൽ ചെയ്തു. അങ്ങനെ നാടകത്തോട് അന്നും അതെ ആ സമയത്താണ്. അന്നേരം എനിക്ക് നാടക പ്രവർത്തനത്തോട് താല്പര്യം തോന്നുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് പഠിക്കുന്നത്. ഓരോ ഡയലോഗ് പഠിക്കുന്നു, അതിന്റെ മ്യൂസിക് നോക്കുന്നു, ഒത്തിരി പ്രയത്നം അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ എന്നാൽ എന്തെങ്കിലും ഒരു കാരണം കണ്ട് അത് മാറ്റി വെക്കേണ്ടി വന്നു കഴിഞ്ഞെങ്കിൽ അത് വലിയ പ്രയത്ന നഷ്ടം ആകുന്നു എന്നുള്ളതാണ്. സാറ് സെന്റ് തോമസ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ മർത്തമ്മ കോളേജിൽ പഠിച്ചോ? അല്ല, തിരുവല്ലയിൽ നമ്പൂതിരീസ് കോളേജ് എന്ന് പറഞ്ഞു. ഓക്കെ. ഈ 2 സ്ഥലത്തും സാറിന്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? കോഴഞ്ചേരി കോളേജിലെ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അവിടെ കോളേജിലെ ഒരു പാർട്ടിയുടെ വളരെ സജീവ പ്രവർത്തനമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ സാഹിത്യവുമായിട്ടും എഴുത്തുമായിട്ടും നല്ല കൈയക്ഷരമുള്ള പോസ്റ്ററൊക്കെ എഴുതാൻ താല്പര്യമുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അവരോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചു. അന്ന് കോളേജിലെ ഇലക്ഷനിലൂടെ വലിയ വാശിയേറിയ ഇലക്ഷനാണ് അന്നൊക്കെ നടക്കുന്നത്. കോളേജിൽ 6000 കുട്ടികളാണ് പഠിക്കുന്നത്. 52 ക്ലാസ്സോളമുണ്ട്. അങ്ങനെ ഒരു പ്രസംഗമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് 52 ക്ലാസ്സിലും കയറി പ്രസംഗിക്കാൻ പറ്റും. ഞാനൊരു 3 പ്രസംഗമൊക്കെ പഠിച്ചിട്ട് മുഴുവൻ ക്ലാസ്സിലും കയറി പ്രസംഗിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രസംഗമാണ്. പക്ഷെ അന്നോട് രാഷ്ട്രീയം നമ്മൾ നിർത്തി. നമുക്ക് രാഷ്ട്രീയം പ്രവർത്തനം നിർത്തി. രാഷ്ട്രീയം ഉണ്ടെങ്കിലും പ്രവർത്തനം നിർത്തി എന്നുള്ളതാണ്. പക്ഷെ സാർ ഐഡന്റിഫൈഡ് ആയിരുന്നു ഈ പ്രസംഗിക്കാനൊക്കെ കോളേജിൽ? അതെ, പ്രസംഗിക്കാൻ താല്പര്യമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് നമ്മള് കോഴഞ്ചേരി കോട്ടയം പ്രദേശത്തുള്ളവരൊക്കെ മനോരമയൊക്കെ വായിച്ചിട്ട് നമ്മുടെ വാക്കുകളൊക്കെ ഇച്ചിരി അച്ചടി ഭാഷയിലായിരിക്കും. വളരെ കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് ബാലയനസഖ്യവുമായിട്ടും ബന്ധമുണ്ടായിരുന്നു മനോരമയുടെ. അങ്ങനെ മനോരമയുടെ ബാലയനസഖ്യത്തിൻ്റെ കോഴഞ്ചേരിയിലെ പ്രസിഡന്റായിരുന്നു. പിന്നെ അവിടുത്തെ സഹാരി ഫോറം കൺവീനർ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ കുറേ യൂണിറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും പോയി പ്രസംഗിക്കുകയും കുട്ടികളെ സംഘടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവരെ നേർനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. സാറിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ സാറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അവർക്കതൊന്നും ബുദ്ധിമുട്ടില്ല. അവർ നമുക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് എൻ്റെ അപ്പൻ പറയാറുണ്ടായിരുന്നു, നിനക്ക് എത്ര വേണേ പഠിച്ചു, കാശില്ല എന്നുള്ള പേരിൽ നീ പഠിക്കാൻ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, എവിടെന്നെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കി പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൻ എപ്പോഴും പ്രോത്സാഹനം തരുമായിരുന്നു. അപ്പനൊരു പട്ടാളക്കാരനായിരുന്നു. പെൻഷൻ വാങ്ങി ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് മരിച്ചുപോയി. നാട്ടിൽ അമ്മയുണ്ട്. അങ്ങനെ അവർ നമ്മുടെ താല്പര്യം എന്താ നോക്കിയിട്ട് അതിൽ മുന്നോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു. സാറിന് അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു അതോ? ഞങ്ങളുടെ ചെറുപ്പത്തിലേ ആയിരുന്നു. ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൻ അങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ജ്യേഷ്ഠൻ അപ്പൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മിലിറ്ററിയിൽ ചേർന്നു. എനിക്ക് മിലിറ്ററി കയറാനൊക്കെ സെലക്ഷൻ കിട്ടിയതായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് ജയിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്ത് അപ്പൻ എന്നെ കൊണ്ട് പോയിട്ട് തിരുവനന്തപുരം പാങ്ങോട് പോയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തു. അവിടെ വലിയ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് പാസ്സായിട്ട് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രി പാസ്സായെന്നുള്ള വിവരം അറിയുന്നത്. ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ പോകുന്നില്ല, എനിക്ക് കോളേജിൽ പോകണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നിർബന്ധമായിട്ടും. അല്ല, ഞാനൊരു പട്ടാളക്കാരനൊക്കെ ആയിട്ട് എൻ്റെ ജീവിതം വേറെ വഴിയിലൂടെ മാറിപ്പോയനമായിരുന്നു. ഫാദർ ഡിഫൻസിൽ ഏതിലായിരുന്നു? എയർഫോഴ്സ് അങ്ങനെ പറഞ്ഞാൽ? അല്ല, മിലിറ്ററി, ആർമിയിലായിരുന്നു. ആർമി പോലീസിലായിരുന്നു. ഓക്കെ. സാർ ഈയിടെ ഒരു വെനീസിലെ പെൺകുട്ടി എന്ന് പറഞ്ഞൊരു സാംസി കുടുംബൻ്റെ ഒരു പുസ്തകത്തെ പറ്റി എഴുതിയിരുന്നില്ലേ? അതിലൊരു വാചകം ഇങ്ങനെയാണ്: സ്നേഹശൂന്യതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ ആ വാരി എഴുതിയത്? സ്നേഹശൂന്യതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അതെ, ഞാനിപ്പോൾ അടുത്ത പരിചയപ്പെടുത്തിയ ഈ മലയാളിയിൽ പരിചയപ്പെടുത്തിയ പുസ്തകമാണത്. വെനീസിലെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാസമാഹാരമാണ്. അതിൽ 17 കഥകളോളം ന്യൂയോർക്കിൽ നിന്നുള്ള സാംസി കൊടുമണ്ണിൻ്റെ പുസ്തകമാണത്. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം വായിച്ചു പോകുമ്പോൾ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും അതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ വളരുന്ന സമയത്താണെങ്കിൽ പോലും മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ ചെറുതും വലുതുമായ രീതിയിൽ നമ്മൾ സ്നേഹം കൊടുക്കുക. ഇപ്പോൾ പലർക്കും സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ സ്നേഹമില്ലായ്മ ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കാതിരിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ട് അത് കൂടുതലായിട്ട് പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു പോകുന്ന കഥകളാണ് സാംസി കൊടുമണ്ണ് എഴുതിയിരിക്കുന്നത്.
സാറിൻ്റെ ഒരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ അത് ബഹ്റിനിലോട്ടാണോ അതോ നാട്ടിലോട്ടാണോ സാറിന് താല്പര്യം? ഞാൻ എങ്ങും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓരോ സമയത്തും വീഴുന്നിടം വിഷ്ണുലോകമാക്കുക എന്ന് പറയുന്ന മാതിരി ഞാൻ ബഹറിലായിരുന്ന സമയത്ത് അവിടെ വളരെ സജീവമായിരുന്നു. അവിടുത്തെ കേരള സമാജത്തിലും ഈ അക്ഷരവേദിയിലും അത്യാവശ്യം പള്ളിയിലും ഒക്കെയും സജീവമായിരുന്നു. ബോംബെയിലായിരുന്ന സമയത്ത് ബോംബെയിൽ അങ്ങനെ വളരെ സജീവമായിരുന്നു. അവിടെ ഞാൻ ഈ ക്യാമറയുടെ ടെക്നിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഞാനൊരു ജോലി പഠിക്കണം. എൻ്റെ ഉപ്പം പറഞ്ഞിരുന്നു, നീ സ്വന്തമായിട്ട് ചെയ്യേണ്ട ജോലി പഠിക്കണം. അന്നേരം ഞാൻ ഈ ക്യാമറയുടെ എഡിറ്റിങ്ങും മിക്സിങ്ങും ഡബിങ്ങും ഒക്കെ ആ സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ബോംബെ ഡൽഹിയിലായിരുന്ന സമയത്ത് ഡൽഹിയിലായിരുന്നു. അവിടെയും പല കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ഡാലസിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ എഴുത്തും വായനയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തുകയും അവരോടൊക്കെ സംസാരിക്കുകയും അവരെ കൂട്ടിവരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് എങ്ങോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് ദൈവം വിട്ട സ്ഥലത്തേക്ക് തന്നെ ഒരിക്കൽ തിരിച്ചു പോകും. അതിനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്. അതുവരെ എവിടെ ആയിരിക്കുന്നു അവിടെ ആക്റ്റീവായിരിക്കുക. നിങ്ങൾ പോലും ഈ ഒരു വ്ളോഗൊക്കെ തയ്യാറാക്കി ചെയ്യുന്നു. നമ്മൾ വെറുതെ മടിയന്മാരായിട്ടിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക, അല്ലാതെ ഒരു വലിയ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല. സാറ് പള്ളിയുടെ കാര്യം പറഞ്ഞു. ഏത് സഭയായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ ഡാലസിലെ പ്രവർത്തനങ്ങൾ? ഞാൻ മർത്തോമ സഭയിലെ അംഗമാണ്. ഞാൻ ബഹറിനെ വെച്ച് കുറച്ചുകൂടെ സജീവമായിട്ട് പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പള്ളി കമ്മിറ്റിയിൽ ഒരു 4 വർഷത്തോളം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ സമൂഹത്തിലും സാമൂഹ്യ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ കേരള അസോസിയേഷനിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പള്ളിയിൽ അവിടെ വെച്ച് അക്കൗണ്ടൻറ്റും ഓഡിറ്ററും ട്രസ്റ്റിയും ഒക്കെ ആയിട്ട് കുറേ വർഷങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെയും ഡാലസ് കരോൾട്ടൺ മാർത്തോമ ചർച്ചിലാണ് പോകുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ പള്ളിയിലൊരു 3/4 മണിക്കൂർ മുമ്പേ പോയിട്ട് അവരോടൊക്കെ കാര്യമായിട്ട് സംസാരിക്കാറുണ്ട്. പള്ളിയിൽ വരുന്ന പലർക്കും പലതും പറയാനുണ്ട്. കേൾക്കാനായിട്ടുള്ള ചെവികൾ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ ഒരു ചെവിയാകുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും പലതും പറയുന്നുണ്ട്, അത് ഞങ്ങൾ കേൾക്കും. കഴിഞ്ഞ വർഷം പോലെ ഒരു അപ്പച്ചൻ കുറേ കഥകൾ എന്നെ ആരാന്നൊന്നും അറിയത്തില്ലായിരിക്കാം, വിളിച്ചു നിർത്തി ഒരു 20 മിനിറ്റോളം സംസാരിച്ച് കുറേ കഥകൾ പറഞ്ഞു. അതിന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി. അന്നേരം അപ്പച്ചൻ ആ പറയുന്ന കേൾക്കാനായിട്ട് ഒരു ചെവി ആകുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ അതൊരു ദൗത്യമായിട്ട് നിന്ന് കേൾക്കാറുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ മൂളി കേട്ടാൽ മതി. അവർക്കതൊരു ആശ്വാസമാണ്. അതൊരു കാര്യമായിട്ട് ചെയ്ത് ഒരു പിന്നണി പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെ, ദൈവം എല്ലാവർക്കും 2 ചെവി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചെവി കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്കും 10 മിനിറ്റ് തന്ന് വളരെ സന്തോഷമുണ്ട്. ഈ അഭിമുഖം ഇവിടെ നിർത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ ഹൈപ്പോത്തിക്കലാണ്. സാർ ജീവിതത്തിൽ എന്താകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? അതൊരു ചോദ്യമാണ്. ആയതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ പണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതായാലോ എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു എഴുത്തുകാരനാകണമെന്ന് പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ട്. പിന്നീട് ഒരു ഡോക്ടറായാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഈ താടിയൊക്കെ കണ്ടിട്ട് ഒരു സംസാരമൊക്കെ പണ്ടൊരു പുരോഹിതൻ്റെ മാതിരിയുള്ള സംസാരമായിരുന്നു. ഞാൻ പരീക്ഷയ്ക്കൊന്നും പോയി എഴുതിയിട്ടില്ല. അങ്ങനെ ആലോചിക്കുന്നവരുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി താടി കെട്ടി വളർത്തിയപ്പോൾ ഇങ്ങനെ പല കോളനികളിലൊക്കെ പോകുമ്പോൾ എന്നെ സാമിയെന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു. ഞാനൊരു സാമിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് വേഷമായാലും അതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ആടുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ വേഷം, ഇവിടുത്തെ കേരള ലിറ്റററി സൊസൈറ്റിയുടെ സെക്രട്ടറി എന്നുള്ള വേഷം, ഒരു കുടുംബനാഥൻ എന്നുള്ള വേഷം, എൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഡാൻ എൻ്റെ മോനാണ്, ഡാൻ കോശി. നന്നായിട്ട് ഇല്ല, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഇത് കോശി കോളേജിൽ 4-ാം വർഷം പഠിക്കുന്നു. അതെൻ്റെ മകളാണ് ദയ അന്ന വർഗീസ്. ഇതെൻ്റെ ഭാര്യ മിനി വർഗീസ്. അതെൻ്റെ ഭാര്യ ഷൈനി. Would you say 2 lines about your dad or about your writing or what you want to become future? ഞങ്ങൾക്ക് എപ്പോഴും റോൾ മോഡലാണ്. ഇങ്ങനെ ബഹറിന്റെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതൊക്കെ കണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. ഇപ്പം ഇവിടെ ആണെങ്കിലും പള്ളിയിലും ജോലി സ്ഥലത്തും ആ ഒരു ക്വാളിറ്റിയാണ് ഞങ്ങൾ കാണിക്കാറുള്ളത്. മലയാളം നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബഹറിനായിരുന്നപ്പം വീട്ടിലെപ്പോഴും മലയാളം പണ്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. പള്ളിയിലെ മലയാളം കോയറിലെ 3 പേരുമുണ്ട്. Yeah, what do you do? Just tell us. 12th. What do you want to become? ഞാൻ നഴ്സിംഗ് സ്കൂളിലോട്ട്. Okay, cool. എവിടെ നാട്ടിൽ കോഴഞ്ചേരിയാണ് പഠിച്ചതൊക്കെ? പഠിച്ചത് സെന്റ് തോമസ് കോളേജിൽ കോഴഞ്ചേരി. പിന്നെ നഴ്സിംഗ് ചെയ്തത്. വെരി ഗുഡ്. അതെവിടെയാണ് ചെയ്തത്? ബാംഗ്ലൂർ. താങ്ക് യു. ബഹ്റിനിലെ ജോലിയെല്ലാം ചെയ്തോ?
ഏത് ഹോസ്പിറ്റൽ? ഡിഫൻസിലോ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാവേ.